ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മോൾക്ക് രാവിലെ 6 മണിക്കാണ് മദ്രസ. അപ്പോൾ പിന്നെ നേരത്തെ എണീറ്റ് അവൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അവൾ മദ്രസയിലൊക്കെ പോയി. അങ്ങനെ അവൾ പോയി പിന്നെ അടുക്കളയിലെത്തി ചായക്കൊക്കെ വെള്ളം വെച്ച്. ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഓട്ടടയാണ്. അങ്ങനെ തീയൊക്കെ കൂട്ടി പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചപ്പോഴേക്കും ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് അത് പൊടിയിട്ട് വാങ്ങി വെച്ചു. പിന്നെ ഓട്ടടക്കില്ല അരിയൊക്കെ അരച്ചെടുത്ത് കുറച്ച് തേങ്ങയൊക്കെ കൂട്ടിയിട്ട് അത് ചുട്ടെടുക്കുകയാണ്. ഓട്ടട ആകുമ്പോഴേക്ക് കറിയൊന്നും ഒലിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ചായ തന്നെ ആ ചൂട് കൊടുത്തിന് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഒന്നും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകാനല്ലേ ഒക്കെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ മോനിക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ പിന്നെ വായൻ്റെയിൽ പൊയിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തേക്കലാണ് ചോറ്. പിന്നെ എനിക്കില്ല പയറുപ്പേരിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് കഴുകി നുറുക്കി അടുപ്പത്ത് വെച്ചു. ഇത് കൊണ്ടാട്ട മുളകാണ് കേട്ടോ. അതും പിന്നെ അങ്ങനെ കുറച്ച് പൊരിച്ചെടുത്തു. പിന്നെ ആ എണ്ണയിൽ തന്നെ പയർ തൂമിക്കാൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അത് തൂമിച്ചെടുത്തു കേട്ടോ. മീൻകാരൻ വന്നപ്പോൾ കുറച്ച് വത്തൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് കഴിഞ്ഞിട്ടൊന്നുമില്ല, നല്ല മീൻ മേടിക്കാൻ ഒരു പുതിയപ്പോൾ അങ്ങനെ കുറച്ച് മീൻ മേടിച്ചു. പിന്നെ മോനക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അതിൽ കുറച്ച് ചമ്മന്തി മതി പറഞ്ഞപ്പോൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി പയറുപ്പേരിയൊക്കെ വെച്ചിട്ട് പോയിട്ട് സ്കൂൾക്ക് പോയി. പിന്നെ മോൾക്ക് സ്കൂൾക്ക് പോകാൻ നേരമായി. അവളെ മാറ്റി ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ചെറുതാവുമ്പോൾ തന്നെ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ അവരുടെ ഷൂ ബാഗ്, ബെൽറ്റ്, ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ വെക്കാൻ പറയാം. അപ്പോൾ അത് പിറ്റേന്നും തന്നെ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞെടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ ശീലിച്ച് പോയിക്കോളും. അവരുടെ കാര്യങ്ങൾ, അവരുടെ സാധനങ്ങൾ എവിടെ ഇരിക്കണം, എവിടെ വെക്കണം, അതൊക്കെ അവർക്കൊരു അറിവുണ്ടായി കിട്ടും. അവരെ കൊണ്ട് കഴിയണ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുക. പിന്നെ അവളെ മാറ്റിലൊക്കെ കഴിഞ്ഞ് അവൾ പിന്നെ സ്കൂളിൽ പോയി. പിന്നെ ഞാൻ അടിക്കാനും തുടക്കാനൊക്കെ അങ്ങനെ അതിന് നിന്നു. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായില്ലേ, അത് ഞാൻ അപ്പോൾ ഫ്രിഡ്ജിക്ക് അങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ അതൊക്കെ എടുത്ത് അത് നന്നാക്കി മസാലയൊക്കെ തേച്ച് അതൊക്കെ പൊരിച്ചെടുത്തു. എന്നിട്ട് പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ വേവിച്ചു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.